ഒരു കൊട്ടേഷനും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. ഈ വിഭാഗീയതയ്ക്കെതിരെ, അടിസ്ഥാന വർഗത്തെ വർഗീയവൽക്കരിക്കുന്നതിനെതിരെ മുമ്പ് സൂചിപ്പിച്ച എമ്മിൻ്റെ ലേഖനമാണ്. ആ ലേഖനം അവസാനിക്കുന്ന പാരഗ്രാഫ് ഇങ്ങനെയാണ്: അടിസ്ഥാന വർഗത്തെ വർഗീയവൽക്കരിക്കുന്നതിനെതിരെ പ്രതികരിക്കാനാണ് പട്ടികജാതി കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. അപ്പം ഈഴവ കൺവെൻഷനും നായർ കൺവെൻഷനും വേണ്ടി അവർ വർഗീയവൽക്കരിക്കുന്നതിനെതിരെ നമ്മൾ എന്തു ചെയ്യും? ഉത്തരം പറയണം മാഷേ. ജാതിഭേദം മാത്രമല്ല, അതുമായി ചിലപ്പോൾ അടുത്ത, മറ്റു ചിലപ്പോൾ അകന്നും വളരുന്ന ജാതിക്കുള്ളിലെ വർഗ്ഗഭേദവും കണക്കിലെടുക്കേണ്ടതുണ്ട്. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. സിൻഡിക്കേറ്റ് മെമ്പറായിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സംവരണ അട്ടിമറി നടന്നത്. ലേഖനത്തിൽ വലിയ വാദങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സംവരണ അട്ടിമറി മുഴുവൻ നടന്നത് ഇത്തരക്കാർ സിൻഡിക്കേറ്റ് മെമ്പർമാരായിരിക്കുമ്പോഴാണ്. ഇത് പറയാതെ നമ്മൾ പോയിട്ട് ഒരു കാര്യവുമില്ല. ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത്. എന്തിനാണ് ഒളിപ്പിച്ചു വെക്കുന്നത്? എന്തിനാണിതല്ലേ? എത്ര കാലം ഇത്തരം പരിപാടികളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നും ഒളിച്ചു നിന്നും ആളുകളെ സുഖിപ്പിച്ചും ഇല്ല കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനവാം സുസഞ്ജയം കാലിൽ ഞെക്കിയും പാദസേവ നടത്തിയും ചില ബുദ്ധിജീവികളുടെ പൊടിയെടുത്ത് തലയിൽ വിരട്ടിയും തലയിൽ തൊട്ടും എത്ര കാലം ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? വിമർശനം ഉന്നയിക്കേണ്ട സമയത്ത് വിമർശനം ഉന്നയിക്കുക എന്ന് പറയുന്നൊരു ജനാധിപത്യ മര്യാദയാണ്. എൻ്റെ വാചകമല്ല, ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അമർത്യ സെൻ പറയുന്ന വാചകമാണ്. തർക്കങ്ങളും വിതർക്കങ്ങളും ജനാധിപത്യത്തെ വികസിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായ അമർത്യ സെന്നാണ്. അതിനെയാണ് താർക്കിക ബ്രാഹ്മണ്യം എന്ന് സ്ഥാനപ്പെടുത്തി തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്. താർക്കിക ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കതിനെ ഇല്ലാതാക്കാൻ കഴിയുമല്ലോ. എന്നാൽ ഒരാൾ ചേരിയിൽ പിറന്നാലും ഭാരം ചുമന്നാലും തൂപ്പുകാരനോ ചെരുപ്പ് കുത്തിയോ ആയാലും ജാതിയിൽ മേലെയാണെങ്കിൽ അയാളെ തൊട്ടുകൂടെന്ന് വാശി പിടിക്കുന്ന ദളിത് പക്ഷവാദം ദളിതരടക്കമുള്ള പിന്നാക്ക വിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിന് നിർണായക തടസ്സം തന്നെയാണ്. എന്താണ് ദളിതരുടെ നിർണായക തടസ്സം? എന്താണ് ദളിതരുടെ തടസ്സം? ഒരാൾ ചേരിയിൽ പിറന്നാലും ഭാരം ചുമന്നാലും തൂപ്പുകാരനോ ചെരുപ്പൂത്തിയോ ആയാലും ജാതിയിൽ മേലെയാണെങ്കിൽ അയാളെ തൊട്ടുകൂടെന്ന് വാശി പിടിക്കുന്ന ദളിത് പക്ഷവാദം ദളിതരടക്കമുള്ള പിന്നോക്ക വിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിന് നിർണായക തടസ്സം തന്നെയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സംവരണം അട്ടിമറിച്ചത് ഏതെങ്കിലും ദളിതരിരുന്നിട്ടാണോ അട്ടിമറിച്ചത്? കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായ PSCയിലെ അട്ടിമറികൾ മുഴുവൻ നടത്തിയത് എത്ര ദളിതരിരുന്നിട്ട് അട്ടിമറിച്ചതാ? എത്ര ദളിതരെല്ലാവരും കൂടെ ചേർന്ന് അട്ടിമറിച്ചത്? ഈ ഒരു നമ്മളെ ഇസ്ലാമോഫോബിയയും ദളിതരെ അടക്കം സ്വത്വവാദ മുദ്ര കുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ പ്രിയ സുഹൃത്ത് ബാൻശ്രീ എപ്പോഴും പറയാറുള്ള പോലെ ഈ സൈദ്ധാന്തിക കാപട്യത്തിലൂടെയാണ് ഇതെല്ലാം നിലവിൽ വരുന്നത്. അപ്പം പീഡനം അനുഭവിക്കുകയും അരികുവൽക്കരിക്കപ്പെടുന്നവരുടെയും തലയിൽ തന്നെ ഇതിൻ്റെ ഭാരം കൊണ്ടുവന്ന് വെക്കുക. അവരാണ് ഇതിൻ്റെ കുറ്റവാളികളെന്ന് പറയും. എന്തൊരു സാമർത്ഥ്യമാണെന്നറിയാവോ? ഈ സാമർത്ഥ്യം എന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സാമർത്ഥ്യത്തെ വിളിക്കേണ്ട പേര്. പഴയ ജാതീയത പുതിയ കാലത്തെ നവസാമ്രാജ്യത്വം സൃഷ്ടിച്ച് വിതരണം ചെയ്തു വരുന്ന സ്വത്വരാഷ്ട്രീയമായി ഇന്ന് വേഷം പകരുന്നുണ്ട്. നവസാമ്രാജ്യത്വം, ഈ വാചകം കണ്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ, കാണുമ്പോൾ പേടിച്ചു പോകും. എന്ന് പറഞ്ഞാൽ വേറൊരു വിദഗ്ധൻ വേറൊരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഭയങ്കര വൻ ഫണ്ട് കേരളത്തിലെ ദളിത് സ്വത്വവാദികൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിഞ്ഞുകൂടാ, കേരളത്തിൽ എനിക്ക് അറിയാവുന്ന ഒരുപാട് ദളിത് ഇൻ്റലക്ച്വൽസ് ഉണ്ട്. അവർക്കെല്ലാം ഈ ജിഹാദി ഫണ്ട് കിട്ടിയിട്ട് ഒരു ബംഗ്ലാവ് പണിയുമായിരുന്നെങ്കിൽ ഞാൻ ആദ്യം ആ ബംഗ്ലാവിൽ പോയി പരിശോധിച്ചേനെ. ഇമ്മാതിരി പുസ്തകത്തിൻ്റെ പേര് വീണ്ടെടുപ്പുകളെന്നൊക്കെ ആയിരിക്കും. ഇതാ എഴുതി വച്ചിരിക്കുന്നത്. ഫണ്ടിഞ്ഞ് വന്ന് ചാടുക. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് ഫണ്ട് വന്ന് ചാടുന്നുണ്ടോ ഞാൻ എൻ്റെ സർക്കാർ ജോലി ആദ്യം ഉപേക്ഷിക്കും. കാരണം ഈ ഫണ്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. മുമ്പ് 27 കോടി KN മേടിച്ചെന്നാണ് ഒരാൾ. 27 കോടി. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിൽ ആളുകളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ്, ജിഹാദി ഫണ്ട്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കേരളത്തിലെ ദളിതർക്കും മുസ്ലിങ്ങൾക്കും ഒരിക്കലും സ്വയം കർത്തൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു സ്വത്വബോധം ഉണ്ടെന്നും ഒരു സ്വയം കർത്തൃത്വം ഉണ്ടെന്നും ഒരു സ്വയം നിർണയാവകാശം ഉണ്ടെന്നും ആ സ്വയം നിർണയാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ ധൈര്യവും ശേഷിയും ക്ഷേമഷിയും ഉള്ളവരാണ് അവർ
എന്ന് അംഗീകരിക്കാൻ കഴിയാത്തവരാണ് ഈ സ്വത്വവാദ ചുറ്റികയായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സ്വത്വവാദ ചുറ്റികയും സ്വത്വവാദ മുദ്രയും ഒക്കെ കൈവച്ചേച്ചാൽ മതി. ഇനിയുള്ള കാലത്ത് അത് ചെലവാകില്ല എന്ന് ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനി ചെലവാകില്ല. അത് ഏത് മുദ്രയുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഈ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. 2 വരിയും കൂടി ഇതിനകത്തുനിന്ന് ഉദ്ധരിക്കാനുണ്ട്. ജാതിബോധം സങ്കുചിതത്വവാദമായി അതിൻ പേരിൽ തിളയ്ക്കുന്ന അഭിമാന വായ്പായി പരിണമിക്കുന്നതിനാണ് പുതിയ കാലം സാക്ഷ്യം വഹിക്കുന്നത്. നോക്കണം, എന്തിനാ ഇങ്ങനെ പറയുന്നത് മനസ്സിലായോ? പേരിൽ ഭട്ടതിരി ഉണ്ടായ കുഴപ്പമില്ല, മേനോനുണ്ടായ കുഴപ്പമില്ല, പണിക്കരുണ്ടായ കുഴപ്പമില്ല, ഇളയിടം ഉണ്ടായ കുഴപ്പമില്ല, നായരുണ്ടായ കുഴപ്പമില്ല. അതൊന്നും എന്തല്ല അഭിമാന വായ്പായി കൊണ്ടു നടക്കുന്നതിൽ ഒരു പ്രശ്നം. അതെല്ലാം എന്താണ്? അതെല്ലാം മതേതരത്വം, അതെല്ലാം സെക്കുലറാണ്. അവർ സെക്കുലറാണല്ലോ. അപ്പോൾ അവർക്ക് പേരിൻ്റെ അറ്റത്ത് എന്താവാം? നമ്പൂതിരിപ്പാടാവാം, ഇളയിടമാവാം, മേനോനാവാം, ഭട്ടതിരി ആവാം, നമ്പൂതിരി ആവാം, എന്തും ആവാം. പക്ഷെ ദളിതർ പറഞ്ഞാലോ? ദളിതർ പറഞ്ഞാൽ അപ്പം സ്വത്വവാദമായി. മറ്റേവരോ അവർ 91.96% എന്താ? സെക്കുലറാണ്. നമ്മളിത് തിരിച്ചറിയണം. ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളാണ് ദളിത്വത്വവാദികളെന്ന് കരുതാനും വഴി കാണുന്നില്ല. ഈ ലേഖനം എഴുതിയ ആളോട് പറയുന്നത്, ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ് ഞങ്ങളെന്ന് നിങ്ങളും വിചാരിക്കേണ്ട. നിങ്ങളുടെ ഈ സൈദ്ധാന്തിക കാപട്യമൊക്കെ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. അതിനോടുള്ള നിങ്ങളുടെ സൈദ്ധാന്തിക വാചാടോപത്തിനുള്ള കേരളത്തിൻ്റെ മറുപടിയാണ് നിങ്ങളുടെ സൈദ്ധാന്തിക കാപട്യത്തിനുള്ള കേരളത്തിൻ്റെ മറുപടിയാണ് പോക്കർ മാഷുടെ എരിക്കിന്തി എന്ന് പറയുന്ന ആത്മകഥ. ഇതൊരു സാമൂഹ്യ പാഠമാണ് എന്നുള്ളതാണ്. സണ്ണിയെ പോലുള്ളവർ വാഴ്ത്തുന്ന ദളിതാവബോധം നിശ്ചിതവും നിർഭയവുമായൊരു വിചാരണയ്ക്ക് വിധേയമാക്കിയാൽ കീഴാളൻ്റെ മലീന വസനത്തിൽ പ്രച്ഛന്നമായി പുലരുന്ന ഉപരിവർഗ ബോധമാണെന്ന് തെളിയുക തന്നെ ചെയ്യും. സണ്ണിയും കബിക്കാരന് ഭയങ്കര ഉപരിവർഗ ബോധമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സംവരണം അട്ടിമറിച്ചവർക്ക് ഒരു ഉപരിവർഗ ബോധവും ഇല്ല. ഞാൻ ഈ പേര് പരാമർശവും നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ ഈ കാര്യത്തിൽ മാതൃകയാക്കുന്നത് കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ഓർത്തോപെഡിക് സർജനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വലിയ കേരളത്തിൽ അറിയപ്പെടുന്ന ആദരണീയനായ സാമൂഹ്യ ചിന്തകനാണ് അദ്ദേഹം. യുക്തിവാദത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം കഴിഞ്ഞ 1 ദശാബ്ദത്തിലധികമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ സി വിശ്വനാഥൻ, അദ്ദേഹമാണ് എനിക്ക് ഈ കാര്യത്തിൽ മാതൃക. കാരണം ആളുകളുടെ പേര് പറഞ്ഞ് വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുക തന്നെ വേണം. അത് ഡോക്ടർ സി വിശ്വനാഥനിൽ മാത്രം തുടങ്ങിയ ഒന്നല്ല, ഡോക്ടർ BR അംബേദ്കറിൽ ആരംഭിച്ച കാര്യമാണ്. അംബേദ്കർ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ഇന്ത്യ കണ്ട അതികായനായ സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിയെ വിമർശിച്ചത്. ആ പാരമ്പര്യവും ആ രക്തവും പുതിയ തലമുറയിലൂടെ ഒഴുകുന്നുണ്ട് തീർച്ചയായും. അതുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ പിന്തുടർന്നു വന്ന പാതയിലൂടെ ആളുകളെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിച്ച് അവർ തുടരുന്ന പ്രത്യയശാസ്ത്ര ഹിംസയെ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും.